ഹലോ ഫ്രണ്ട്സ്, UK ഇപ്പോഴത്തെ ഒരു വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ സീസണാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ റോഡ് ഉപയോഗിക്കുന്ന, അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വളരെയധികം കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യണം. നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ് ഗ്ലോസ്റ്ററിൽ 2 വിദ്യാർത്ഥികൾ ഡ്രൈവ് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ മരണമടഞ്ഞ ഒരു സംഭവം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോഴ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വെളുപ്പിന് ഡിസംബർ 10 ലെസ്റ്ററിൽ വീണ്ടും ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ഒരു കാറിൽ ഏകദേശം 5 പേര് അതിനകത്തുണ്ടായിരുന്നു. ലെസ്റ്ററിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അപകടത്തിൽ അത് വെളുപ്പിനെയാണ്. കാരണം മോർണിംഗ് ഷിഫ്റ്റിൽ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് 5 പേര് അടങ്ങുന്ന ഒരു സംഘമായിരുന്നു ഈ ഒരു കാറിലുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഒരു വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്നോയ, ഐസ് അതുപോലൊക്കെ എപ്പോഴും വീണുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ റോഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഐസ് എപ്പോഴും ഉണ്ടാകും. സാധാരണ നമ്മൾക്ക് കാണാനായിട്ടത് ബുദ്ധിമുട്ടായിരിക്കും. എക്സ്പേർട്ട് ഡ്രൈവർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ ഒരു ബ്ലാക്ക് ഐസിലേക്ക് നമ്മളുടെ ടയറുകൾ ചെന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് തെന്നി മാറുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബ്ലാക്ക് ഐസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ആ ഒരു ഐസ് കാണാനായിട്ട് സാധിക്കത്തില്ല. ബ്ലാക്ക് ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു എന്താ പറയുക, എംറ്റി ആയിട്ട് കിടക്കുന്നത്, അതായത് ഈ സൈഡുകളിലായിരിക്കും ഒരു ബ്ലാക്ക് ഐസ് ഉണ്ടാകുന്നത്. പൊതുവേ റോഡിൽ കൂടി വണ്ടി പോകുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് അത് മാറിക്കിടക്കും, അത് മെൽറ്റ് ആകും. പക്ഷേ ഈ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ഐസ് എപ്പോഴും അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വന്ന സ്റ്റുഡൻസാണ്, അവർക്കെന്നല്ല, ഇപ്പോൾ പുതുതായിട്ടുള്ള ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവർമാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ ഒരു ബ്ലാക്ക് ഐസിൽ കയറി തെന്നിക്കഴിഞ്ഞാൽ നമ്മളുടെ കാറിൻ്റെ നിയന്ത്രണം വിടുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ട് ഉള്ള ഡ്രൈവർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും ഈ ഒരു സൈഡിൽ കൂടിയൊക്കെ പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. കാരണം വലിയ എക്സ്പേർട്ടല്ല, എക്സ്പീരിയൻസ് കുറവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ റോഡ് സൈഡിലേക്ക്, ഈ ഒരു ഫാർ ലെഫ്റ്റിലേക്കൊക്കെ അവർ മാറുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ച് സ്പീഡിലാണ് എന്നുണ്ടെങ്കിൽ ഈ വണ്ടി തീർച്ചയായിട്ടും അത് സ്കിഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിരിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഴയ കാറുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ ഒരു കാറൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു കാറൊക്കെ മേടിക്കണമെങ്കിൽ 10,000-12,000 പൗണ്ട് എങ്ങനെയാലും കൊടുക്കണം. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പൗണ്ട്, 1500-2000 പൗണ്ടിൻ്റെ കാറുകളായിരിക്കും മേടിക്കുന്നത്. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഈ റീസെൻ്റ്ലി വന്ന ഒരു അപകടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ്. ഒരു മലയാളി കെയറായിട്ട് വന്നിരുന്ന ഒരാൾ വണ്ടി ഓടിച്ചപ്പോൾ അവർക്ക് ലൈസൻസോ അല്ലെങ്കിൽ ഇൻഷുറൻസോ ഒന്നുമില്ലാതെയാണ് അവർ വണ്ടി ഓടിച്ചത്. അപ്പോൾ ഈ വണ്ടിയുടെ MOT, ഇൻഷുറൻസ്, ലൈസൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സേഫാണ്. ഈ വണ്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെ കാറ് പഴയതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടയറുകളൊക്കെ എത്രമാത്രം സുരക്ഷിതമായിരുന്നു, അല്ലെങ്കിൽ UK റോഡ് സേഫ്റ്റിക്ക് ആവശ്യപ്പെടുന്ന ടയറ് വിട്ട് ഉണ്ടായിരുന്നോ എന്നൊന്നും നമുക്കറിയത്തില്ല. ടയർ ഒരുപാട് തേഞ്ഞ വണ്ടിയുടേതാണെന്നെങ്കിൽ ഇതുപോലെയുള്ള ബ്ലാക്ക് ഐസിലൊക്കെ കയറി കഴിഞ്ഞാൽ തെന്നി മാറാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഈ ഒരു അപകടത്തിൽ 5 പേരായിരുന്നു യാത്രക്കാരുണ്ടായിരുന്നത്. അതിൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു സ്പോട്ടിൽ തന്നെ മരിച്ചു. ഡ്രൈവറെ ഇപ്പോഴ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഈ ഒരു അപകടത്തിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യും. ദീർഘകാലം അദ്ദേഹം ചിലപ്പോൾ ജയിലിലായിരിക്കാം, പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഇത് അബദ്ധത്തിൽ പറ്റിയാണ്, മറ്റുള്ള വണ്ടിയുമായിട്ട് കൂട്ടിയിടിച്ചതല്ല, സ്വന്തം പിഴവ് പറ്റിയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് UK ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെ, ഇപ്പോൾ നമ്മളിനി എത്ര എക്സ്പേർട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വണ്ടി സ്കിഡാവും, ഇല്ലെങ്കിൽ കൂട്ടിയിടിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. ഇതിപ്പോൾ ലെസ്റ്ററിലെ ആ റോഡിൽ താഴെ കുഴിയിലേക്ക് വീണാണ് ഒരാൾ മരിച്ചിരിക്കുന്നതാണ് ഇപ്പോഴ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഭാവിയിലാണെന്നുണ്ടെങ്കിലും വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡ് സേഫ്റ്റി, അതുപോലൊക്കെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഡ്രൈവറുടെ കഴിവ്, എത്ര കഴിവുണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇതുപോലൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെങ്കിൽ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു യങ്ങായിട്ടുള്ള ആൾക്കാർ ഡ്രൈവ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര സ്പീഡിൽ ചിലപ്പോൾ ഓടിക്കും, ഇല്ലെങ്കിൽ റോഡിൻ്റെ സേഫ്റ്റി അവർ നോക്കാറില്ല, അല്ലെങ്കിൽ ഇതുപോലൊക്കെ നോക്കിയാൽ പെട്ടെന്ന് ഇടതോട്ടൊക്കെ ഡ്രൈവ് ചെയ്തു പോകും, പെട്ടെന്ന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒക്കെ സ്റ്റീർ വലിച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കിഡ് ആവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്.
യു കെയിലൊക്കെ വന്നിരിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അവർക്ക് യു കെയിലെ റോഡുകളിൽ വലിയ പരിചയമൊന്നും തന്നെ ഇല്ല. നമ്മുടെ നാട് മാതിരിയല്ല. കാരണം ഇവിടുത്തെ ഡ്രൈവിംഗ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ്. മറ്റുള്ള റോഡ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമ്മളുടെ കോ പാസഞ്ചേഴ്സ്, ഇപ്പം നമ്മളാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ ഇതേപോലെയുള്ള ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ ഡ്രൈവർക്കായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ ഡ്രൈവർ അറസ്റ്റിലായിട്ടുണ്ട്. ആന്ധ്ര സ്വദേശികളായ സ്റ്റുഡൻസാണ്. ഇവിടെ നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ സ്വാൻസി യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്ന കുട്ടികളാണെന്നാണ് അറിയുന്നത്. ലെസ്റ്ററിൽ വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 5 യാത്രക്കാരായിരുന്നു. അതിൽ ഒരാൾ മരിച്ചിരിക്കുന്നു, 4 പേര് ഇഞ്ചുവേർഡായിട്ട് ഹോസ്പിറ്റലിൽ ആണ്. എന്തായാലും നമ്മളെ കാണുന്ന ആൾക്കാർ യു കെയിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിലും പുതുതായിട്ട് വന്നവരാണെന്നുണ്ടെങ്കിലും പുതുതായിട്ട് വന്നിട്ടുള്ള ന്യൂ ഡ്രൈവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. കാരണം ഇവിടുത്തെ റോഡുകളിൽ ഈ ഒരു കാലാവസ്ഥയിൽ ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാഹസികമാണ്. നമുക്കറിയാം ഇപ്പോൾ യു കെയിലേക്ക് വന്നിരിക്കുന്ന ധാരാളം ഇതേപോലെ തന്നെ കെയർ വിസകളിലും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് കെയർ വിസകളിലൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ലൈസൻസ് കൊണ്ടൊക്കെ ധാരാളം ആൾക്കാർ ഇവിടെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഡ്രൈവ് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം. രാവിലെ ഷിഫ്റ്റിൽ ഇപ്പോൾ 7 മണിക്കത്തെ ഷിഫ്റ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പം അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്തിട്ടായിരിക്കും ഇപ്പോഴത്തെ നമ്മളുടെ ലേഡീസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ജോലിക്ക് പോകുന്നത്. കാരണം അത് പോകാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല, അവർക്ക് ഡ്രൈവ് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു റോഡിലൊക്കെ എന്ന് പറഞ്ഞാൽ വെളുപ്പിനെയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഐസ് കാലം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഒരു മിനിമം സ്പീഡിലൊക്കെ നിങ്ങൾ ഓടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വണ്ടി പോകുന്ന ആ ഒരു പാത്തിൽ കൂടി തന്നെ നിങ്ങൾ ഓടിക്കുക. കാരണം ലെഫ്റ്റിലോട്ട് നിങ്ങൾ മാറിക്കഴിയുമ്പോൾ ഇതേപോലെയുള്ള ബ്ലാക്ക് ഐസിൻ്റെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് വളരെയധികം കെയർഫുള്ളായിട്ടായിരിക്കണം എല്ലാവരും തന്നെ വണ്ടി ഓടിക്കാൻ. അത് എക്സ്പേർട്ട് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ 10-15 വർഷം കൊണ്ട് ഇവിടെ യു കെയിൽ വണ്ടി ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അപകടം ഉണ്ടാകാതിരിക്കാൻ ചാൻസുകൾ കുറവാണ്. കാരണം അപകടം ഏതൊരു സമയത്തും ഉണ്ടാകും. കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും അപകടം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതേപോലെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെയുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ വളരെയധികം കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക. എന്തായാലും ഈ ഒരു അപകടത്തിൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് കൂടി മരണപ്പെട്ടിരിക്കുന്നു. ഡ്രൈവറായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ ഇപ്പോൾ ജയിലിലായിട്ടുണ്ട്. എന്തായാലും മറ്റുള്ള വിവരങ്ങൾ അറിയുന്ന സമയത്ത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കൂടി കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാവരും സേഫായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.